ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതാ രാത്രിയാണ് കേട്ടോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഷോപ്പിൽ നിന്നൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് യസ്മിൻകുട്ടനെ ഉറക്കിയത് നൈറ്റായിട്ടാണ്. അപ്പോൾ 10:30 ആയിക്കണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ എനിക്ക് മറ്റന്നാൾ കൊടുക്കാനുള്ള ഷർട്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഡ്രസ് കോഡിൻ്റെ കാര്യം അവർ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് മറ്റന്നാൾ തന്നെ സാധനം കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ഇത് രണ്ടും കട്ട് ചെയ്യാണ്ട് രണ്ടെണ്ണം മോൻക്കും രണ്ടെണ്ണം അച്ഛനക്കും ഉള്ളതാണ് കേട്ടോ. പിന്നെ കല്യാണത്തിൻ്റെ തലേന്നും ഇടാനുള്ളതാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. ചെറിയ പഴം കേട്ടോ, അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഇനി കട്ടിങ് തുടങ്ങാൻ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് കട്ട് ചെയ്ത് അതേ സെയിം പാറ്റേൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മറ്റേതും കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ എളുപ്പമാണല്ലോ വിചാരിച്ച്. പിന്നെ ഒന്നാമത് ഇന്ന് കട്ടിങ് കഴിഞ്ഞാലേക്ക് നാളെ തയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ നാളേക്ക് അതിൻ്റെ ഇടയിൽ കുറ്റിപ്പുറം പോകാനുണ്ട്. പിന്നെ നാളെ വേറെ വർക്കുകളും കൊടുക്കാനുണ്ട് കേട്ടോ, അർജൻറ്റായിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് നടക്കില്ല, അതുകൊണ്ടാണ്. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ അതാ നേരം വെളുത്ത് ഞാൻ അസ്മിക്കുട്ടനെ എണീപ്പിച്ച് മദ്രസയിലേക്ക് പോകാനുള്ള റെഡി ആവലാണ് കേട്ടോ. അവനക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തു. അവനെ മദ്രസക്ക് വേഗം പറഞ്ഞയക്കണം, എന്നിട്ട് വേണമെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചു അവൻ്റെ കൂടെ. അപ്പോൾ അതാ ഞാൻ ഷർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വിശന്നപ്പോൾ അസ്മിക്കുട്ടൻ എന്താ പഴം കഴിക്കുന്നു. അപ്പോൾ അതാ എനിക്കും ഒരു പഴമുണ്ട്. വേറെ എന്താടാ അതിൻ്റെ ഞങ്ങളൊന്ന് സിപ്പപ്പ് വാങ്ങിയിട്ടാ. ഇല്ലടാ, ഇന്നലെ വാങ്ങിയ സിപ്പപ്പല്ല, ഇന്നലെ വാനിലൻ്റെ ആയിരുന്നു. ഇന്ന് ഇതായിരുന്നു പൈനാപ്പിൾ. ഈ നിൽക്ക് ഞാൻ പറയട്ടെ. ഇതാ സുന്ദരി പൂച്ചതാ. സുന്ദരിയേ ഇതേ പോയി. സുന്ദരി ഒന്നിവിടെ വാതൊക്കെ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ വേറെന്താ പറയടാ. അതിനത് ഞാൻ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബട്ടൺ ഹൗസിൽ പോയി. പിന്നെ ലുലു സ്റ്റോറിൽ നിന്ന് അസ്മിക്കുട്ടന് ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിയിട്ടാണ്. പിന്നെ അതാ ഞാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻഡിൽ തന്നെയുള്ള സൗദി കഫേ നല്ല സാധനത്തൊക്കെ വാങ്ങി. അപ്പോൾ ഞങ്ങൾ ബസ്സിന് കാത്തിരിക്കുകയാണ്. ബസ്സിൻ്റെ ടൈം ആയിട്ടില്ല അപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മുന്തിരി ജ്യൂസ് ഒന്ന് തണുത്ത അപ്പോൾ അസ്മികൂട്ടം കുടിക്കുകയാണ് കേട്ടോ. അതിന് പിന്നെ അത് ആ ബസ്സൊക്കെ വന്നു. ബസ് ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അതിൻ്റെ ശേഷം ബസ് പോവുള്ളൂ. അപ്പോൾ അതാ അവന് ഫ്രണ്ടിലിരുന്നിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. ഹായ്. അപ്പോൾ അതാ ഗൈസ്, സ്വന്തമായിട്ടൊരു ഹോട്ടലൊക്കെ ഉള്ള ഞങ്ങളാണ് കുറ്റിപ്പുറം പോയിട്ട് പൊരിക്കടി വാങ്ങിക്കൊണ്ടുവന്നത്. അസ്മിക്കുട്ടൻക്ക് മുട്ട, എനിക്ക് ഉള്ളിവട. പിന്നെ അതെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കാടമുട്ടൻ്റെ പെട്ടി വാങ്ങിട്ടോ. കാടമുട്ടൻ്റെ പെട്ടി വാങ്ങി. അസ്മിക്കുട്ടൻ കുറേ ദിവസമായില്ലേ കാടമുട്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വാങ്ങിട്ടോ. അതിനുണ്ടോ സൂപ്പർ. അപ്പോൾ ഞാനിതാ ഷർട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കസ്റ്റമർ ഒരു 10-20 തവണ വിളിച്ചിട്ടുണ്ടാവും. അവർക്ക് നാളെ മറ്റന്നാളെ കല്യാണം. അപ്പം നാളെയും മറ്റന്നാളും കൂടിയാണ് ഇത്ര പരിപാടി. ഇന്ന് തന്നെ നാളെ തന്നെ വേണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ വേണം ഷർട്ട് എന്ന് തന്നെ കണ്ട്. അവർ പറഞ്ഞിട്ടില്ല, ഡേറ്റ് അവർ പറഞ്ഞില്ല, പക്ഷെ അവർ സമ്മതിച്ച് തരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇത് തയ്ച്ച് കൊടുക്കുക എന്നല്ലാതെ ഒരു ഭാഗമില്ല. ഞാനപ്പോൾ വേഗം അതാ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ചായ വന്നത്. അപ്പം ചായ കുടിക്കണം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അസ്മിക്കുട്ട നല്ല ഉറക്കത്തിലാണ്. ഇന്ന് മദ്രസ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകണം. പിന്നെ കാരണം എനിക്കിന്ന് 1 മണിയാകുമ്പോഴത്തേന് ആ 4 ഷർട്ടും കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലേക്ക് കുറ്റിപ്പുറം പോയിട്ട് അതിന് ബട്ടൺസും വെക്കണം. അപ്പോൾ ഞാൻ അസ്മിനെ ഇട്ടിട്ടില്ല. അപ്പോൾ ഓനോട് തലേ ദിവസം തന്നെ ഞാൻ പറയും, ഞാൻ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തലേന്ന് തന്നെ പറയണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓന് കരയും കേട്ടോ, ഓന് തല്ലിവിടും. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ 2 ഡ്രസ് കോഡ് തയ്ക്കാനുള്ളതാണ് കേട്ടോ. ഇത് അർജൻറ്റില്ല. അപ്പോൾ ഞാൻ അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കാണിക്കാം. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സമയം 6:40 അപ്പോൾ ഞാൻ സാധാരണ മെയിൻ റോഡ് ഇടവഴിക്ക് കൂടെ അല്ലേ പോവാറ്. അപ്പോൾ ഞാൻ അന്ന് മെയിൻ റോഡിൽ കൂടെ വന്ന് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ആളുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഷർട്ടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഷർട്ടും കൂടിയും കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറ്റിപ്പുറത്തേക്ക് പോകാൻ. കാരണം 4 ഷർട്ടിന് ബട്ടൺസ് വെക്കണം. അപ്പോൾ അതിന് കുറ്റിപ്പുറത്തേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടൻ വിളിച്ചു. അപ്പോൾ അവനും ഉണ്ട് കുറ്റിപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അസ്മിക്കുട്ടനും വന്നിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ കട, പിന്നെ ഹോട്ടലിൽ, പിന്നെ മറ്റേ ഏട്ടൻ്റെ കട. അങ്ങനെ അസ്മിക്കുട്ടൻ വന്നിട്ടുണ്ട്. ആൾ നല്ല ഉറക്ക ക്ഷീണത്തിലാണ്. മദ്രസ ഇല്ലാത്തതുകൊണ്ട് തോനെ നേരം കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബട്ടൺസിലൊക്കെ പോയി തിരിച്ച് റിട്ടേൺ കടയ്ക്ക് തന്നെ പോകും കേട്ടോ.
അപ്പോൾ ഇതാ ഫൈനലി നമ്മളുടെ 4 ഷർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുഞ്ഞുവാവക്കുള്ളതാണ്, 1 വയസ്സായ കുഞ്ഞുവാവക്കുള്ള കേട്ടോ. പിന്നെ അതാ ഇത് തലേന്നും ഇത് കല്യാണത്തിനും ഇടാനാണെന്ന് പറഞ്ഞ കേട്ടോ. എന്താ ചെറിയ കുഞ്ഞുവാവക്കളാണ്, 1 വയസ്സായിട്ടുള്ളൂ തോന്നുന്നു കുട്ടിക്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഞാൻ രാവിലെ വന്നുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ നാറമ്പിൽ ഒരു എന്താ പറയുക ചപ്പാത്തി കമ്പനി എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എത്തിയിട്ട് വേണം ബിരിയാണി കഴിക്കാൻ. വിശന്നിട്ട് പണ്ടാറടങ്ങിയിരിക്കണ്. അപ്പോൾ ഞാൻ അടുത്ത ഡ്രസ് കോഡ് ഇതാ ബ്ലൗസ് അത് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞിട്ടില്ല, തുടങ്ങണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കട്ടെ. ആരും കൊതി കൂടരുത് കേട്ടോ. ആർക്കും ഇല്ല, അതൊക്കെ മാത്രമാണ്. അത്രയും വിശപ്പുണ്ട്. രാവിലെ തിന്നാളെ വിശപ്പുണ്ട്, പക്ഷേ ഫുള്ള് കഴിക്കൂല, അതാണ് പ്രശ്നം. അതാ നല്ല അടിപൊളി ചൂട് ബിരിയാണി. നല്ല അത്യാവശ്യം വലിയ 2 പീസൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കുഴപ്പമില്ല. അതേ ഇന്നൊന്ന് ടയേർഡായിട്ടാ, തീരെ വയ്യ. അപ്പം ഞാനൊരു ബ്ലൗസ് തയ്ക്കൽ കഴിഞ്ഞ് 2ാമത്തെ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പകുതി തയ്ക്കണത് കണ്ടാ, കഴുത്ത് തയ്ച്ച് പിന്നെ സ്ലീവ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിരിയാണി തിന്നത് പണി കിട്ടി. ബിരിയാണി തിന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പണി കിട്ടുന്നുണ്ട്. ഇപ്പം എന്താ ഉള്ളത്, ഇതിപ്പോൾ അതിൻ്റെ കൂടെ മസ്റ്റ് കഴിക്കണം കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര കേട്, ഞാൻ സോഡ വാങ്ങി കുടിച്ച് കുറച്ചൊക്കെ തേട്ടി ഭയങ്കര സോഡ കുടിച്ചാൽ നല്ല സുഖമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിൽ സുന്ദരേട്ടൻ ചായ കൊണ്ടുവന്നു. ചായയും പിന്നെ അത് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിനെന്താ പറയുക എനിക്കറിയില്ല. അതിൽ നല്ല മധുരമില്ല, എന്നാൽ ചെറുങ്ങനെ മധുരമുണ്ട്. അങ്ങനെയോ. അപ്പോൾ ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളുടെ 3 ബ്ലൗസും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതേ ഒന്ന് സെയിമാണ്, സെയിം സാധാ ബ്ലൗസാണ്. പിന്നെ പഫ് സ്ലീവ് ആണെന്നുള്ളൂ കേട്ടോ. 1 പിന്നെ അതേ 2 ഉണ്ടോ, 2 പിന്നെ അതാ 3 ക്രോപ്പ് ടോപ്പ് പോലെയാണ് തയ്ച്ചിട്ടുള്ളത്. 1 പിന്നെ 2 3 അങ്ങനെ 3. ഇതും കഴിഞ്ഞ് പിന്നെ എനിക്കൊരു ഓൾട്രേഷൻ ഉണ്ട്, ചെറിയൊരു ഓൾട്രേഷൻ പരിപാടി ഉണ്ട്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണം എനിക്ക് ഷോപ്പിങ്ങിന് പോകാനും വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രക്കുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.